ഞാനിപ്പോൾ അലൻ ജോസിനെ ഞാനിപ്പോൾ ചാലക്കുടിയിൽ വെച്ച് കണ്ടേ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നോക്കിയേക്കാം. ഹലോ ആര്? അതെ അഭിലാഷ് ഉണ്ടല്ലേ? കണ്ടെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു. അപ്പൊ റിവ്യൂ അറിയാവുന്ന ഓടി വന്നാ. ശരി, മായനൊക്കെ ഉണ്ടല്ലോ. അതെ, പെരേര വന്നിട്ടുണ്ടല്ലോ. നമസ്കാരം പെരേരെ, എങ്ങനെയുണ്ട് എമ്പുരാൻ സിനിമ? എമ്പുരാൻ പടം കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിട്ട് എങ്ങനെയുണ്ട്? അഭിപ്രായം എങ്ങനെയുണ്ട്? വെള്ളം കുടിക്കാൻ എന്തൊക്കെയായിരുന്നു? അതല്ലേ, എമ്പുരാൻ 1000 കോടി തയ്ക്കുന്നാണ് ആറാട്ടെല്ലാം പറയണ കേട്ടത്. ആണോ? നേരായിരിക്കും. അങ്ങനെ വരാൻ സാധ്യത. ഇതൊരു 10 ഫോണുണ്ടോ മോനെ? ഓക്കെ. അയ്യോ, ഇത് പെരേര വന്നല്ലോ മോനെ. എമ്പുരാൻ പടമൊക്കെ കണ്ടിട്ട് തന്നെ അല്ലേ? ആണല്ലേ, അതിനെ പറ്റി പറയാം. കാരണം എമ്പുരാനെ പറ്റി പറയുമ്പോൾ മുമ്പ് വേറെ കാര്യം പറയണം. കാരണം എമ്പുരാൻ കണ്ടപ്പോൾ കാണാൻ പോയപ്പോൾ മുമ്പ് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം 6 മണി ഷോ ഇവിടെ ഒരു തല്ലും കൊല്ലും വിട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും 9:50 കാണാൻ പറ്റി. കാരണം എനിക്ക് നന്ദിയുണ്ട്, നമ്മുടെ പിണറായി വിജയനോട് നന്ദിയുണ്ട്. എന്താ സംഭവം? എന്താ? എനിക്ക് ഫുൾ പ്രൊട്ടക്ഷൻ. അത് ശരി, പോലീസൊക്കെ വന്നോ? പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വേണ്ടിയല്ലേ പ്രത്യേകിച്ച് വന്നേക്കണം, ലാലേട്ടന് വേണ്ടിയാ വന്നേക്കണം. പക്ഷെ പോലീസ് ഉള്ളതുകൊണ്ട് ഒരാളെന്നെ തോണ്ടാൻ വന്നു. പ്രിയമുള്ള പ്രേക്ഷകരുടെ കാര്യം കണ്ടോ, പിണറായി സർക്കാരിന്റെ ഒരു വിജയമാണ് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പെരേര അടിപൊളിയായിട്ട് പോയി പടം കണ്ടു. എന്തുകൊണ്ടാ പിണറായി കാണിച്ച ആ ഒരു ഇത്, അതിനാ സർക്കാരിനോട്, ഇടതുപക്ഷ സർക്കാരിനോട് എന്തായാലും ഞാൻ ഒരു സല്യൂട്ട്. എന്തായാലും ഞാൻ പറയട്ടെ, പടം ഗംഭീര പടം, തീ പാറുന്ന പടം തന്നെ. ഖുറേഷി എബ്രഹാമായിട്ട് ലാലേട്ടൻ ഗംഭീരമായിട്ട് കസറി അഭിനയിച്ചിട്ടുണ്ട്, രക്ഷയില്ല. ലൂസിഫറിനേക്കാളും ഒരുപടി മുകളിൽ തന്നെയാണ് എമ്പുരാൻ നിൽക്കുന്നത്, അത് സംശയമില്ലാണ്ട് തന്നെ പറയാം. കാരണം സാനിയപ്പനാണെങ്കിലും മഞ്ജു വാര്യർ ചേച്ചിയാണെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടൊവിനോ, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ അസ്തിഫിക്ക ഉണ്ട് പടത്തില്. സസ്പെൻസ് പുറത്തുവിടല്ലേ? സസ്പെൻസ് പുറത്തുവിടല്ലേ? വില്ലനല്ല, അടുത്ത ഭാഗത്തിലേക്ക് വില്ലന്റെ പേര് പറയല്ലേ. എന്തായാലും ഇതൊരു ബോളിവുഡ് സെറ്റപ്പിലാണ് പടം ഒരുക്കിയിരിക്കുന്നു. അപ്പൊ പ്രഷറുടെ കാര്യം ഇപ്പൊ പെരേര പറഞ്ഞെന്ന് വെച്ചാൽ വില്ലനല്ല പറഞ്ഞത്. കാരണം ആസിഫ് അലി ആ പടത്തില് അടുത്ത ഇതില് 3-ാം ഭാഗത്തിൽ ഉണ്ടാവുന്ന കേട്ടോ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കും, വില്ലൻ ആസിഫ് അലി ഒന്നല്ല. സ്കോറിങ്ങിനെ കുറിച്ച് പറയാം കേട്ടോ, പെരേര പറയാം. സായിക്കുറുപ്പിന്റെ വേഷം ഒരു രക്ഷയില്ല കേട്ടോ. ലൂസിഫറിലെ അതേ സാധനം തന്നെ പുതിയ സാധനങ്ങളിലും എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു മാറ്റവും ഇല്ല. പിന്നെ അതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ പെരേര ലോട്ടറി ടിക്കറ്റിൽ അഭിനയിച്ചു, അടുത്ത വർക്കിലും ആ ലോട്ടറി ടിക്കറ്റിൽ അതേ കോസ്റ്റ്യൂമിൽ വരും. അപ്പൊ അതിനെപ്പറ്റി പറയാം. കാരണം ഇതില് ബൈജോട്ടനാണെങ്കിലും ഇതില് താങ്കൾ പറഞ്ഞു ഷാജോൻ ചേട്ടൻ ഉണ്ടാവില്ലെന്ന്. ഉണ്ടോ ഷാജോൻ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അത് നീ എനിക്കിട്ട് താങ്ങണേന്നറിയാം. കലാഭവൻ ഷാജോൻ ചേട്ടൻ ലൂസിഫറിന്റെ ഒരു ടൂലുണ്ട്. ഇതില് കൊട പിടിക്കുന്ന സീനില് ഡയലോഗ് ഒന്നും ഇല്ല, എന്നാലും പുള്ളി നിൽപ്പുണ്ട്. എന്തായാലും പടം കിടുക്കി. കാരണം ലാലേട്ടൻ ഫ്ലൈറ്റിലൊക്കെ വന്നൊരു ഹെലികോപ്റ്റർ വന്നൊരു രംഗമുണ്ട്. ഓ, തീ പാറും രോമാഞ്ചിക്കേഷൻ. അതാണ് ഇവിടെ മണം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അൽഫാമാന്ന്. ഞാനോടത്തെ പ്രഷറോട് കാര്യം, അൽഫാം ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഓർത്ത് അൽഫാം അല്ല, ഞാനോർത്ത് അൽഫാമായിരിക്കും തന്നെ. പക്ഷെ അൽഫാം അല്ല. അതായത് ഈ എമ്പുരാൻ സിനിമ കണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും തീ പാറി. അൽഫാമാന്ന് പറഞ്ഞത് നമ്മൾ ഞെട്ടി, പക്ഷെ തീ പാറിയതാണ്. ലാലേട്ടന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ കണ്ണിൽ കൂടി രോമാഞ്ചം വരും. എന്താ പറയാ, ഒരു പാറ പൊട്ടിയൊരു ഫീലാണ്. നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ്. നിങ്ങൾ പറഞ്ഞില്ലേ ഇനി പണിക്കൊന്നും പോലെ പാറ പൊട്ടിക്കണ പണിക്കാൻ പോണെന്ന്. പാറ പൊട്ടിക്കണ പണിക്കല്ല, നമുക്ക് കൈയടിക്കാൻ തോന്നുന്നു. കൈയടിച്ച് വിസിലടിച്ച് 2.5 മണിക്കൂർ മേക്കിംഗ്. അതെ, ബോളിവുഡ് ഗൺ ഫൈറ്റ്, പിന്നെ ഫൈറ്റ് തന്നെ ഗംഭീരമായിട്ടുണ്ട്. കാരണം ഒരു തീ പാറുന്ന ത്രസിപ്പിക്കുന്ന അത്ഭുതകരമായിട്ട് മുഹൂർത്തത്തിലൂടെയാണ് രാജുവേട്ടൻ ചെയ്തിരിക്കുന്നത്. ഡയറക്ഷനും പിന്നെ ഇതിൽ എടുത്തു വരേണ്ടത് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ദ്രജിത് കുമാരൻ നല്ല രീതിയിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവൻ പറയാത്തൊരു പേര് ഞാൻ പറയണം. പ്രശ്നം പൃഥ്വിരാജ്
പറഞ്ഞില്ല എന്ന് തോന്നുന്നു. രാജേട്ടൻ നീ ഫോൺ ചെയ്തായിരുന്നല്ലോ. രാജേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു ഞാൻ പടം കാണും എന്നുള്ളതിൽ പറഞ്ഞായിരുന്നു. പിന്നെ ടോവിനോ മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക്. ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, സ്വിച്ച് ഓഫ് അല്ലേ, ഫോൺ മാറിയില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് ലിസ്റ്റിന്റെ എണ്ണ കണ്ടു. രാജുവേട്ടന്റെ കൂട്ടുകാർ ലിസ്റ്റിനോട് ഞാൻ പറഞ്ഞു, രാജുവേട്ടന്റെ തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു കണ്ടപ്പോ. അത് മറ്റേ ഉണ്ണിക്കണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ണിക്കണ്ണാരും മൈൻഡ് ചെയ്തില്ല, എന്നെ കണ്ടപ്പോ ആൾക്കാർ ചെയ്യ വിളിക്കണ്ടായി. എന്താ അറിയില്ല. പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണ, നിങ്ങൾ വൈറലായിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ പടത്തെ പറ്റി പറയട്ടോ, പടം ഗംഭീരം. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം പക്ക ഗുഡ് മേക്കിംഗ് ആണ്. ഞങ്ങൾ 3 പേരായിട്ട് ഒരുപാട് പേര് പടത്തെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് കോമാളി വേഷങ്ങൾ കെട്ടി വനിത തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അവരോട് പറയാനുള്ളത് ഇതൊക്കെ നിർത്തിക്കൂടെ, നിങ്ങൾക്ക് മാന്യമായിട്ട് പടത്തെ പറ്റി പറഞ്ഞൂടെ. കാരണം വനിതയിൽ നിന്ന് ഇന്നൊരാളെ കാരണം പടത്തെ ഒരുപാട് പേര് ഈ പടത്തിൽ വന്നപ്പോ അയാളെ മറ്റേ ഡീഗ്രേഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. കാരണം ബോളിവുഡ് തിയേറ്ററിൽ വേറൊരു സംഭവം ഉണ്ടായി, അതറിഞ്ഞില്ലേ? മാർക്കോ സിനിമ കാണാൻ വന്ന ഒരാള് അവിടെ കിടന്ന കസേര ചവിട്ടി പിടിച്ചളഞ്ഞു. അതാ നമ്മളാരും ഒന്നും ചെയ്യണ്ട, ഒരു പെണ്ണിന്റെ കയ്യെ കയറി പിടിക്കണ്ട, അവർ മാത്രമേ നമ്മള് പ്രതികരിക്കണം, പ്രതികാര ശക്തിയോടെ പോകണം. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് വെച്ച് രാജുവേട്ടൻ ഒരാൾ തെറി പറഞ്ഞു. തെറ്റുള്ള കാര്യല്ലേ? സിനിമയായിട്ട് കാണുക, സിനിമ, രാഷ്ട്രീയം, ജീവിതം, അതൊക്കെ വേറെയാണ്.